വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പരാജയം ഉറപ്പാണെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. ന്യൂനപക്ഷങ്ങളടക്കമുള്ള വലിയ വിഭാഗത്തിന്റെ വോട്ട് തനിക്കുണ്ടാകുമെന്നും തുഷാർ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് വയനാട്. വയനാട് എൻഡിഎ സ്ഥാനാർത്ഥിയായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് വോട്ടിൻ്റെ? അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ വോട്ട് എൻഡിഎ മുന്നണിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം കഴിഞ്ഞതിന് 9 പ്രാവശ്യം ഉണ്ടായിരുന്ന 4%, അത് കഴിഞ്ഞ പ്രാവശ്യം 9% ഉയർത്താൻ കഴിഞ്ഞു. ഇനി അത് ഒരുപാട് മുമ്പോട്ട് പോകാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ഇലക്ഷൻ പോലെ അല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് ധരിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് 1 സീറ്റും 7 സീറ്റ് 2ാം സ്ഥാനം വരികയുണ്ടായി. അന്ന് ജയിക്കില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ജനം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് എന്താണെങ്കിലും നരേന്ദ്രമോദി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇന്ന് ഇന്ത്യയിലുള്ള ഒരാൾക്കുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ട് തീർച്ചയായും വലിയ മിറക്കിൾസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ റസ്മിൽനാഥിന് കഴിഞ്ഞ തവണ 80,000 ചില്ലാനം വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷ വോട്ടുകളാണ് പ്രധാനമായും വയനാട് മണ്ഡലത്തിൽ ഗതി നിർണ്ണയിക്കുക. അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ അടിയൊഴുക്കുണ്ടാക്കി കൂടുതൽ ശേഖരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പറ്റും. കാരണം ഞങ്ങൾ BDJസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വ്യക്തിപരമായും എല്ലാ സമുദായവുമായി അടുപ്പുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ സമുദായത്തിലുള്ള ആളുകൾ എന്നെ സഹായിക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നിട്ടുമുണ്ട്. ഈ BJPയിൽ ഏതെങ്കിലും രീതിയിലുള്ള അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം BDJസുമായി ഏതെങ്കിലും രീതിയിലുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു തരത്തിലുള്ള പ്രശ്നവും BDJസും BJPയുമായിട്ടില്ല. അതൊക്കെ ചുമ്മാതെ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്. ശരിക്കും ഈ ഈഴവ വോട്ടുകൾ പ്രധാനമായും സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലാണുള്ളത്. ഇപ്പോൾ പൂതാടി അതുപോലെ തന്നെ കേണിച്ചിറ ഭാഗങ്ങളാണ് കൂടുതൽ ഈഴവ വോട്ടുകളും. അവിടെയാണ് BDJS ശക്തമായിരിക്കുന്നത്. പക്ഷേ BJP വോട്ടുകൾ മണ്ഡലത്തിലുടനീളമുണ്ട്. അപ്പോൾ ഏറെക്കുറെ എത്ര വോട്ട് ലഭിക്കും എന്ന് ഒരു പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതിപ്പോഴല്ലേ, ഞാൻ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പോഴേ അങ്ങനെ കണക്ക് പറയുന്നതെല്ലാം പഠിച്ച ശേഷം പറയാം. ഈ ന്യൂനപക്ഷ വോട്ടുകൾ എത്രത്തോളം രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും? അതിനകത്ത് ഒരുപാട് വ്യത്യാസം. കാര്യം പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് മുഴുവൻ ന്യൂനപക്ഷ വോട്ട് കിട്ടണമെന്നത്ര നിർബന്ധം എന്താ? അത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതല്ലേ. അവർക്ക് നടക്കാൻ വേണ്ടി പോകുന്നു. 4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കും എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് രാഹുൽ ഗാന്ധി. അതെ, 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് കഴിഞ്ഞതിൻ്റെ 9 പ്രാവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 20,000 അതിനിയും താഴോട്ടേ പോകും, അല്ലാതെ ഒരു കാരണവശാലും മുമ്പോട്ട് പോകില്ല. അത്തരത്തിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഓഫറുകൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള പറയുന്നു. അതായത് ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ പോലും ഒരു കേന്ദ്രമന്ത്രിയാകാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും? അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ നരേന്ദ്രമോദിയും അതുപോലെ അമിത് ഭായും തീരുമാനിക്കും. അതിനനുസരിച്ച് തീരുമാനം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷമാണോ ഇങ്ങനെ വയനാട് മത്സരിക്കാൻ താങ്കൾ തീരുമാനിക്കുന്നത്? ഞാനല്ല തീരുമാനിച്ചത്. എന്നോട് അമിത് ഭായ് വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് മാറി. തൃശ്ശൂർ ഞാൻ ജയിക്കുന്ന സീറ്റായിരുന്നു. അവിടെ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാനിങ്ങോട്ട് മാറണമെന്ന് ആവശ്യപ്പെട്ടു. അതിനോട് ഞാനിങ്ങോട്ട് മാറി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാണ്. അതായത് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഇതുകൂടെ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിക്ക് 80,000-ലധികം വോട്ടുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതിലും ഇരട്ടിയിലധികം തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത്. വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തും.